എല്ലാവർക്കും എയർ ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ ആണ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഞാനൊരു മട്ടൺ സ്റ്റൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്ന ടേസ്റ്റി മട്ടൺ സ്റ്റൂ ആണ്. അപ്പോൾ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ ആണ് ഇത്. കണ്ണൂർ സ്റ്റൈൽ മട്ടൺ സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് കണ്ണൂർ സ്റ്റൈൽ അടിപൊളി മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു 3-4 കഷ്ണം ഏലക്കായും ഒരു 2-3 വലിയ പീസ് കറുകപ്പട്ട. അപ്പോൾ എൻ്റെ കയ്യിൽ കറുകപ്പട്ട ഭയങ്കര ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തതാണ്. 2-3 ബേ ലീവ്സും 3-4 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ജാതിപത്രിയും കൂടെ എടുക്കുക. എന്നിട്ട് നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ച് അതിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. ഞാൻ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ അതിലിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിട്ടാൽ മതി. ഇത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം, ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും, പിന്നെ ഒരു 2-3 പച്ചമുളക് രണ്ടായിട്ട് ഇങ്ങനെ കീറിയതും ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ 2 ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് ഉള്ളി ചേർത്താലും മതി. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഓൾ സ്പൈസ് ആയിട്ട് ഇങ്ങനെ വഴണ്ടി വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പം ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊരു ഗോൾഡൻ നിറമാകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഒരുപാട് ഇങ്ങനെ മൊരിഞ്ഞു വരണ്ട, ജസ്റ്റ് ഒരു ഗോൾഡൻ നിറം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരെ നമുക്ക് വഴറ്റിയാൽ മതി. അപ്പം ഇത് അടി പിടിക്കാതെ വഴറ്റിയെടുക്കണം. അടി പിടിച്ചാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ ആ ഒരു വൈറ്റ് കളർ നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ മട്ടൺ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മട്ടൺ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 3-4 തവണ നന്നായിട്ട് കഴുകിയതാണ്. ഒരു ഡ്രെയിൻ ചെയ്തെടുത്താണ്. അപ്പോൾ മട്ടൺ കൂടി ചേർത്ത് കൊടുത്ത് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മട്ടൺ ഇതിലേക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം എൻ്റെ ഇതിപ്പം കുറച്ച് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു സവാളയും ഉരുളക്കിഴങ്ങും വഴറ്റുമ്പോൾ. അപ്പം അതുകൊണ്ട് സ്റ്റൂവിന് ആ ഒരു വൈറ്റ് കളർ ഉണ്ടാവില്ല. അപ്പം നമ്മൾ അടി പിടിക്കാതെ ശ്രദ്ധിച്ച് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ മട്ടൺ വഴറ്റി ഇപ്പോൾ മട്ടണിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തിൻ കോക്കനട്ട് മിൽക്ക് 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അധികം വെള്ളത്തിൽ കോക്കനട്ട് മിൽക്ക് എടുത്താണിത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിന് കുക്കറിൽ 3 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 3 വിസിലിൽ വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ചധികം മട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്കിൽ വേവിക്കണമെന്നില്ല, അതിൽ നിന്ന് ഒരുപാട് വെള്ളം വരും. ഇപ്പോൾ നമ്മൾ കുറച്ച് മട്ടൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് മിൽക്കിൽ തന്നെ വേവിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുക്കറിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മട്ടൺ വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിൽ കുതിർത്തി തേങ്ങയും തേങ്ങാവെള്ളവും പുളിമാവും കൂടെയും കൂട്ടി അരച്ച് അത് പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പുളിച്ച് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൺ നന്നായിട്ട് വെന്ത് 3 വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തവിയും കൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി നമുക്ക് ആദ്യം ഇടാത്തത് തക്കാളിയുടെ ആ ഒരു വെന്തുടയാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷായിട്ട് പെപ്പർ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങാപ്പാൽ നമുക്ക് വേണമെങ്കിൽ 1 കപ്പോ 2 കപ്പോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്റ്റൂ നല്ല വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് അധികം നേരം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി എണ്ണയിൽ മൂപ്പിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. അപ്പം മാവ് ഇതുപോലെ നല്ല പുളിച്ച് പൊന്തി വന്നാലാണ് അപ്പം പെർഫെക്റ്റ് ആവുക.
നമ്മൾ മീഡിയം ഫ്ലെയിമിലൊരു 2-3 മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കുമ്പോഴത്തേക്കും അപ്പം പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ കരിക്കും വെള്ളത്തിൽ കുഴച്ച് വെച്ചുകൊണ്ട് നല്ലൊരു കള്ളപ്പത്തിന് ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്പം ഉണ്ടാക്കുന്ന മേക്കിംഗ് പ്രോസസ്സ് വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മട്ടൺ സ്റ്റൂവിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എണ്ണയിൽ മൂപ്പിച്ച് ഇടണം. അപ്പോൾ ഞാനൊരു 10 ചെറിയ ഉള്ളി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടത് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് ബ്രൗൺ നിറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടി നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നമുക്കത് മൂടി വെച്ചാൽ മതി. നമ്മുടെ അടിപൊളി സ്റ്റൂ റെഡിയാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇനി ഇത് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൂ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ആവി പറക്കുന്ന മട്ടൺ സ്റ്റൂവും നല്ല സുട അപ്പമാണ് ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ. ഈ അപ്പം ഇങ്ങനെ ചൂട് തവയിൽ ഒഴിക്കുമ്പോൾ വരുന്ന ആ സൗണ്ടും അപ്പത്തിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മട്ടൺ സ്റ്റൂ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി മട്ടൺ സ്റ്റൂ ആണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നന്ദി പറയേണ്ടത് അമ്മയോടാണ്. അമ്മ കാരണം അടിപൊളി മട്ടൺ സ്റ്റൂ കഴിക്കാൻ പറ്റി. അപ്പം നല്ല ചൂട് ചായയും നല്ല ചൂട് അപ്പവും ഈ സ്റ്റൂവും കൂടെയും കഴിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പം ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണ്, മട്ടൻ കഴിക്കുന്ന എല്ലാവരും ഈ സ്റ്റൂ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. ഇപ്പോൾ മട്ടൻ കഴിക്കാത്തവർ ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പൊട്ടറ്റോയും ക്യാരറ്റും വെച്ചിട്ട് ഈ സ്റ്റൂ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മട്ടൺ സ്റ്റൂ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ അപ്പം വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ന്യൂ ഇയർ ആണ് വരുന്നത്. എല്ലാവർക്കും നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഒരു അടിപൊളി കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം.